വെൽക്കം മൈ ചാനൽ. വീണ്ടും മെലൻ സാൻഡ് ബോക്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ഡീമൺ സ്ലെയറും നറൂട്ടൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ നറൂട്ടോ ഒരു കുറച്ചൊക്കെ വാങ്ങി, ഡോറേമോണൊക്കെ വാങ്ങി, പിന്നെ നറൂട്ടും വാങ്ങി. ഡീമൺ സ്ലെയർ ഇനോസുക്കി പിന്നെ ടാഞ്ചിറോ രണ്ടാളും കത്തിയും ഒക്കെ വാങ്ങി. പക്ഷെ വൺ പീസ് ഇതിലെന്തൊക്കെ വാങ്ങി എനിക്കിപ്പോൾ പറയാൻ പറ്റൂല. നിങ്ങൾക്കതിൽ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. തന്നെ നമ്മളെ തീ ഇവിടെ അയച്ചു പോയി. നമുക്കിവിടെ ഐസിന് അയക്കാം. ഐസും മോനെ എനിക്ക് ഇവിടെ രണ്ടാളും ചെറിയ പ്രോബ്ലത്തിന് ഇവിടെ കറുത്ത രോമം നമ്മൾ അയച്ചിട്ടുണ്ട്. ഈ വെളുത്ത രോമം എവിടെ? Newgate versus Peach. The white beard and the black beard. റോജറിനൊക്കെ വാങ്ങിക്കുന്നു. പക്ഷെ റോജർക്ക് ഒരു വാളൊന്നുമില്ല. എടാ മുട്ടാണ്ടോ വയറ് കണ്ടില്ലടാ, ബോഡി കണ്ടില്ലടോ. പിടിച്ചോടാ, പറക്കല്ലേ അതിലേക്ക് അടിയിലേക്കാ. രണ്ടാളൊരു അവസാനിച്ചു. ഇതായി രണ്ടാളും ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയുന്നില്ല. ഇനിയാണ് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഫൈറ്റ് എല്ലാം വരുന്നത്. ഈ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതെനിക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറെ പറയുന്നുണ്ട്. അതിനോടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെ ഗാർക്കും ഗോഡ് എന്താണ് കാറിനും സഞ്ചിട്ട് ഇവിടെ ഫൈറ്റ് സ്ലോമോയിൽ വന്നിരിക്കുകയാണ്. എന്നെ പിടിക്കാൻ വേൾഡ് ഗവൺമെൻറ് പറഞ്ഞു. അതിനെന്താണ്ടാ, ഞാൻ ഗോഡാണ്ട, ഗോഡ് പിടിക്കാനും. ഇവിടെ പോളപ്പന്നെ പോടാൻ. ഇത് കുറച്ച് ഫേക്കായിട്ടുള്ള ഫൈറ്റാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ടായിരിക്കും അടുക്കുക. ഫസ്റ്റൊക്കെ അങ്ങനെ ആയിരിക്കും. ഫസ്റ്റൊക്കെ എക്സ്പെൻസീവ് അല്ലേ. അപ്പം നമുക്കൊന്നും കൂടി നമ്മളെ ബിഗ് മമ്മ ഇവിടെ വന്നിരിക്കുന്നു. കള്ളണ്ടാ കള്ളൊക്കെ കുറച്ച് കൂടിയിരിക്കണ്. അതിൻ്റെ കുഴപ്പാ. നമ്മളെ ഏതാ മോനെ ഈ തള്ള അതിനൊന്നും കൊണ്ടില്ല. തള്ളക്ക് വലിയ പവറൊന്നുമില്ല. തള്ളക്ക് പവർ ഉണ്ട്, കുറച്ച് ഓവറാ. അപ്പോൾ നമ്മളെ ഷാൻസ് ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനെ കാട്ടുന്നതാണേ. ഈ ഓരോട്ടോ ആരും കാട്ടു. ഞാനാ ബിഗ് മമ്മ്. എൻ്റെ ഒക്കെ അമ്മ ഇട്ട ഞാൻ, എൻ്റെ അമ്മയാണ് ഞാൻ. ഏതുകൊണ്ട് അമ്മായിക്കൊക്കെ നേരെ കാട്ടി നെല്ല് കഴിക്കണം. ഇത് കുറച്ച് എക്സ്പെൻസീവ് കൂടി. പ്രശ്നം ഫേക്കാണ് കൂടുതൽ. ഇല്ല, ഓൻ്റെ വാള് കൊണ്ട് ഓൻ പറഞ്ഞ് ഞാൻ ഇപ്പം തോറ്റരാന്ന്. വാള് അയമൻ്റെ കായ തട്ടി, അയമ ചത്ത്. അപ്പോൾ അവിടെ ജയിച്ചത് നമ്മുടെ ഷാൻസ് ആണ്. അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് കണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഷാൻസ് വന്നു വാരപടി മണി കളിച്ചു തരാം. ടാഞ്ചിറോ വാരപടി മണി എനിക്ക് പവർഫുൾ വാളാണ്.
ചൂടോ ഓടോ എൻ്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്കിൽ നീയൊക്കെ ചത്തുപോകും. വാട്ടർ ബ്രീത്തിങ് ടെക്നിക്. മറിഞ്ഞ നീ മറിഞ്ഞ നീ ഒരൊറ്റ വാട്ടർ ബ്രീത്തിങ്. എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആൾക്കാരെ വെട്ടി നിരത്തുന്ന ടെക്നിക് വാട്ടർ ബ്രീത്തിങ്. ഞാനൊരു ഡീമൺ സ്ലെയർ ആവുന്നത് നീ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളെ നറൂട്ടോ ഇവിടെ വന്നിരിക്കുന്നതാണ്. നറൂട്ടോ പവേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. നറൂട്ടോ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ നറൂട്ടോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമില്ല. നമ്മളിതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരിക്കുന്നു. ഇത് രണ്ടുപേരും ഭയങ്കര തല്ലും. എന്താണെന്നറിയില്ല. ലൂഫിൻ്റെ കുറച്ച് മീറ്റ് എടുത്തിട്ട് നാറൂട്ടോ ചെയ്യുന്നു. അതാണ് ഇത്രയും വലിയ തല്ല്. 3 വർഷം നീണ്ടുപോയ യുദ്ധം. ഇതൊന്നും അറിയുന്നില്ല. നാറൂട്ടോ ഫാൻസിൻ്റെ നെഞ്ചിലുണ്ട്. നാറൂട്ടോ വെറിയന്മാരാണ് ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. നാറൂട്ടോക്കൊന്നും പറ്റില്ല. ഇൻഫിനിറ്റാ. ലൂഫി ഇൻഫിനിറ്റ് തന്നെ. റബ്ബറേണ്ട സാധനം. ഞാൻ ഇരിച്ചിടും. നീനൊക്കെ ഒന്ന് പറ്റിയിടാ. എൻ്റെ മീറ്റ് മേലാൽ നീ എടുത്ത് കഴിച്ചോ. നിന്നെ ഞാൻ എടുത്ത് കൊല്ലുകടാ. നിന്നെ ഞാൻ എടുത്ത് മറിച്ചിടും. കേട്ടാ. ഇപ്പം ഇവിടെ സോറി നറൂട്ടോ ഫാൻസിൻ്റെ അപമാനത്തിന് അവിടെ നറൂട്ടോ തോറ്റിരിക്കുകയാണ്. എന്നാലും പേടിക്കണ്ട, ഓന് ജീവനെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഫൈറ്റ് ചെയ്യിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല. നമ്മളെ കിസാറു വേഴ്സസ് ടാഞ്ചിറോ. ഇത് വേറെ ആനിമെ ആയതുകൊണ്ട് ഇതിന് കുറച്ചുകൂടി ത്രില്ലായിരിക്കും. കിസാറു അത്ര വലിയ നടനൊന്നുമില്ല. അവൻക്ക് കുറച്ച് ജാട കൂടുതലാണ്. അവൻ ലൂഫിയെ കളിയാക്കി വിളിക്കുന്നു. അതിനുള്ള ശിക്ഷ കൊടുക്കാനാണ് ടാഞ്ചിറോ എത്തിയത്. ദ ഡീമൺ, പവർഫുൾ ഡീമൺ. നിന്നെ കണ്ടുവാടാ. നിന്റെ വാറുകൊണ്ട് നിന്നെ നല്ലോണം ഞാൻ തീരും. അയ്യോ എൻ്റെ കാല്. കത്തിപ്പൊടി. വാട്ടർ ബ്രീത്തിങ് ടെക്നിക്. ഓക്കേ, തല പോയി. ഇതാണ് നമ്മളുടെ ടാഞ്ചിറോയുടെ പവേഴ്സ്. ഇതുവരെ കണ്ടത് ഒരു ഡീമണിനായിരുന്നു. എടുക്കട ആറ്റിറ്റ്യൂഡിനാ. നല്ല ആറ്റിറ്റ്യൂഡാ. വാളൊന്നും വേണ്ടേ ബ്രോ? എന്തായാലും വേണ്ട. അവൻ ജയിച്ചിരിക്കുന്നു. കിസാറുക്ക് കുറച്ച് കൂടിപ്പോയതിന് നല്ലോണം കൊടുത്തതാണ്. ഇത് നമ്മൾ ഓഡൻ വേഴ്സസ് ലാവ്. ഇവിടെയുള്ള ഉപയോഗിക്കാത്ത ഒരാളുണ്ടല്ലോ. കിസാറും അല്ല അക്കയിലും ആക്കിച്ചി. രണ്ടാളും നമ്മൾ ആദ്യം ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാളെ അക്കൈലിൻ്റെ കാലോട്ട് കിട്ടും. നമ്മൾ നിർത്തിയിരിക്കുന്നു. കാലൊക്കെ ശരിയാക്കിയിരിക്കണ്. നമുക്ക് അടുത്ത ഫൈറ്റ് ചെയ്യാം. രണ്ടാളെ വാളുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല എക്സ്പെൻസീവ് ഫൈറ്റ് ആയിരിക്കും. ഓ ഇതോ രണ്ടാളിൻ്റെ
അടുത്ത നമ്മളെ തണുപ്പും തീയാണ്. തീയും വെള്ളവും നമ്മൾ ഫൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ലാവ വേഴ്സസ് ഐസും കേട്ടോ. ഐസ് ക്യൂബല്ല, പല രീതിയിലും ആക്കാം. ലാവകളും പല രീതിക്കും ആക്കും. ഓക്കെ, അവിടെ ഐസ് ലാവേനെ ആദ്യം തന്നെ അടിച്ചിട്ടുണ്ട്. ലാവ ഐസിനിട്ട് അടിച്ച് ഇട്ടൊരൊറ്റ കിട്ടി. ഓക്കെ, അവിടെ ഐസ് നിലം പതച്ച് വീണിരിക്കുന്നു. ലാവ ചാട്ടി വന്ന് അതിനിട്ടൊരൊറ്റ. ഇവിടെ നമ്മളെ അക്കൈനാണ് ജയിച്ചത്. പുള്ളി ആരാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ലൂഫിൻ്റെ അടുത്ത് കളിച്ചാൽ അവനൊക്കെ പോകല. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ആക്കിയില്ലേ. നറൂട്ടോ, നോർമൽ നറൂട്ടോ നമ്മൾ ഫൈറ്റ് ചെയ്യില്ല. നമ്മളെ ഗോകുവിൻ്റെ കൂടെ ആയിക്കോട്ടെ. നറൂട്ടോക്ക് 2 കളിയായില്ലേ. നറൂട്ടോ ഒരു ജയിക്കണ്ടേ. നറൂട്ടോ ഗോകു പോവട്ടെ, പവർ വരട്ടെ. നറൂട്ടോക്ക് പവർ വരട്ടെ. കണ്ടില്ലടാ കൈ പോയിട്ട് കൂളായി നിൽക്കണ് നറൂട്ടോ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നറൂട്ടോനെ പറ്റുന്നെങ്കിൽ 2 പറയാം. അത്ര തന്നെ. കൈ വരെ എടുത്ത് വെച്ച് ചക്ക കൂളായി നിൽക്ക. ഇതല്ലേ നറൂട്ടോ. അപ്പൊ വിചാരം എന്താ? നറൂട്ടോ അങ്ങനെയാണ്. ഇത്ര പവറില്ല. അതിന് ബിഗ് മാമ്, ബ്ലാക്ക് ബീഡ്, ക്രോക്കഡൈല്, എനല്, ഗാർപ്പ്, കിസാറ്, മാർക്കോ, മീഹോക്ക്, ഓഡൻ, റോജർ, ഷാൻസ്, വൈറ്റ് ബീഡ് ഇവരൊക്കെ നോക്കി ഡീമൺ സ്ലെയറിലുള്ള 2 ആളും ഫൈറ്റ് ചെയ്ത്. പിന്നെ ഈ ചക്കന് ഇത് കാര്യ ജുജുത്സു കൈസൻ ഉള്ളതാണ്. സോറി, ഞാൻ ജുജുത്സു കൈസൻ അങ്ങനെ ഫുള്ളൊന്നും കണ്ടില്ല. എനിക്കിതാരാ അറിയാം. നറൂട്ടോ ജയിച്ചിരിക്കും. ജുജുത്സു കൈസൻ ഫാൻസ് അപമാനിക്കാതെ നിൽക്കുക. 2 കണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നറൂട്ടോ ആണ് വിന്നർ. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊന്നും കൂടിയും ഇതിൻ്റെ വരണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റ് ചെയ്യാത്തിട്ടേക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പോകണം. നമ്മളെ ടാർഗറ്റ് 10 ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് കൂടിയ ദിവസം ആ ദിവസം ഞാൻ സെലിബ്രേറ്റ് വരെ ചെയ്യും. എന്നിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.